ഉത്തർപ്രദേശിലെ മിർസാപൂരിൽ നടക്കുന്ന ഒരു കൊലപാതക ദൃശ്യം പുറത്തു വന്നിരിക്കുകയാണ്. പ്രമുഖ അഭിഭാഷകനായ രാജീവ് സിംഗിനെ പട്ടാപ്പകൽ വെടിവെച്ച് കൊലപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളുടെ ബൈക്ക് പണിമുടക്കിയതോടെ മിനിറ്റുകളോളം കൊലയാളികൾ സംഭവസ്ഥലത്ത് കുടുങ്ങിപ്പോയി. CCTVയിൽ പതിഞ്ഞ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ശനിയാഴ്ച രാവിലെയാണ് ഉത്തർപ്രദേശിനെ നടുക്കിയ ഈ സംഭവം നടന്നത്. സീനിയർ അഡ്വക്കേറ്റായ രാജീവ് സിംഗ് പ്രഭാത സവാരിക്കായി പുറത്തിറങ്ങിയതായിരുന്നു. ബൈക്കിലെത്തിയ 2 പേർ അദ്ദേഹത്തിന് സമീപം വാഹനം നിർത്തി. ഒരാൾ താഴെ ഇറങ്ങി കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് പോയിന്റ് ബ്ലാങ്കിൽ അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. വെടിയേറ്റ രാജീവ് സിംഗ് തൽക്ഷണം തന്നെ മരിച്ചു. കൊലപാതകം നടത്തി മിനിറ്റുകൾക്കുള്ളിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികൾക്ക് പക്ഷേ പിഴച്ചു. CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കൃത്യം നിർവഹിച്ച ശേഷം കൊലയാളി ബൈക്കിന്റെ പിന്നിൽ ചാടിക്കേറി. എന്നാൽ ബൈക്ക് സ്റ്റാർട്ടായില്ല. പരിഭ്രാന്തനായ ഡ്രൈവർ ആവർത്തിച്ച് ബൈക്ക് കിക്ക് ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ സമയം ചില നാട്ടുകാർ അവിടേക്ക് വരാൻ ശ്രമിച്ചെങ്കിലും കയ്യിലുണ്ടായിരുന്ന തോക്ക് ചൂണ്ടി പ്രതികൾ അവരെ ഭയപ്പെടുത്തി ഓടിച്ചു. മിനിറ്റുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ ബൈക്ക് സ്റ്റാർട്ടാവുകയും പ്രതികൾ അവിടെ നിന്ന് അതിവേഗം രക്ഷപ്പെടുകയും ചെയ്തു. സംഭവം നടന്ന ഉടൻ തന്നെ നൂറുകണക്കിന് ആളുകൾ സ്ഥലത്ത് തടിച്ചുകൂടി. മിർസാപൂർ പോലീസ് ഉടൻ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. 5 പ്രത്യേക സംഘങ്ങളെയാണ് പ്രതികളെ പിടികൂടാനായി നിയോഗിച്ചിരിക്കുന്നത്. ഗ്രാമത്തിലെ ചില തർക്കങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനത്തിലൂടെ SP അപർണ രജത് കൗശിക് അറിയിച്ചു. കൊല്ലപ്പെട്ട രാജീവ് സിംഗ് നേരത്തെ തനിക്ക് വധഭീഷണി ഉണ്ടായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പോലീസിന് പരാതി നൽകിയിരുന്നു എന്ന വിവരവും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ഈ സംഭവം ഉത്തർപ്രദേശിലെ ക്രമസമാധാന നിലയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. സംസ്ഥാനത്ത് കുറ്റവാളികൾക്ക് ഭയമില്ലാതായിരിക്കുന്നുവെന്ന് സമാജ്വാദി പാർട്ടി നേതാക്കൾ ആരോപിച്ചു. യോഗി ആദിത്യനാഥിന്റെ ഭരണത്തിൽ കുറ്റവാളികൾ സ്വൈര്യവിഹാരം നടത്തുകയാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കുന്നു. CCTV ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. നാടിനെ നടുക്കിയ ഈ ക്രൂരകൃത്യത്തിലെ പ്രതികളെ എത്രയും വേഗം പിടികൂടുമെന്ന ഉറപ്പിലാണ് പോലീസ്. വധഭീഷണി ഉണ്ടായിരുന്നിട്ടും രാജീവ് സിംഗിന് മതിയായ സുരക്ഷ ലഭിച്ചില്ലേ എന്ന ചോദ്യവും ഇവിടെ ബാക്കിയാകുന്നു.